ഹലോ. അപ്പോൾ ഇന്ന് ഇതിനുണ്ടാക്കിയാലോ? പൈപ്പ് ക്ലീനേഴ്സ് വെച്ചിട്ട് സാധാരണ എല്ലാവരും പൂവൊക്കെ ചെയ്യുന്നതല്ലേ കാണാറ്. അപ്പോൾ ഞാൻ ഒരു ടെഡി ബിയർ ഉണ്ടാക്കാം. ടെഡി ബിയർ സോറി കേട്ടോ. എല്ലാ സാധനമൊന്നും ഇല്ല. ഉടായ്പ സെറ്റപ്പിൽ ഉള്ളി എൻ്റെ പൈപ്പ് ക്ലീനർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ആ പൈപ്പ് ക്ലീനറിൻ്റെ കൂടെ കണ്ണ് മൂക്ക് വെക്കാനുള്ള സാധനങ്ങൾ ഇല്ലാത്തതുകൊണ്ട് അതൊക്കെ ഞാൻ ഉടായ്പ വെച്ചിരിക്കും. അതൊക്കെ ഞാൻ ലാസ്റ്റ് പറഞ്ഞുതരാം. ഓക്കെ, അതിനായിട്ട് നമുക്ക് വേണ്ടത് ഇത്രയും പൈപ്പ് ക്ലീനേഴ്സ് ഉണ്ട്. പക്ഷേ എല്ലാ കളറും എല്ലാം എണ്ണത്തിനനുസരിച്ചൊന്നും ഇല്ല. സോ പൂ ഉണ്ടാക്കണമെങ്കിൽ മിനിമം എണ്ണമൊക്കെ വേണമല്ലോ. സോ ഐ തോട്ട് ഓഫ് ഡൂയിങ് ടെഡി ബിയർ. ലുക്ക്, സെയിം കളറിലെ 2 പൈപ്പ് ക്ലീനേഴ്സ് ആണ്. ആൻഡ് വി ഡു ആണല്ലോ ലൈക്ക് സംഭവം സിമ്പിളാണ്. ഇങ്ങനെ ചുറ്റുക കണ്ടോ. ജസ്റ്റ് ഡു ഇറ്റ്. ട്വിസ്റ്റിംഗ് സോറി കണ്ടോ. ജസ്റ്റ് ഒരു ട്വിസ്റ്റ് എടുത്ത് രണ്ടൊരിത്. ഇത് ടെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കണം. എനിക്ക് കുറേ മെസ്സേജസ് വരുന്നുണ്ട്. നീ വ്ളോഗിങ് സ്റ്റാർട്ട് ചെയ്തോ, നീ വ്ളോഗർ ആയോ? ടു ദോസ് ഗൈസ്, അവരോട് എനിക്ക് പറയാനുള്ള വേറൊന്നുമല്ല. ഞാൻ പിന്നെ ഇത് തുടങ്ങാൻ നിങ്ങൾ എന്നെ കണ്ടുകൊണ്ടിരിക്കും. ഡെയിലി ഞാൻ വന്ന് ഇത് വീഡിയോസ് ഇടുന്നത് ഞാൻ തുടങ്ങിയോണ്ടല്ലേ, വ്ളോഗിങ് സ്റ്റാർട്ട് ചെയ്തുകൊണ്ടല്ലേ. പിന്നെ അതിന് സ്പെസിഫിക് റീസൺസ് ഒക്കെ ആണെങ്കിൽ അത് കുറച്ചുകൊണ്ട് പറയാം, ഞാൻ പിന്നീട് എപ്പോഴെങ്കിലും പറയാം. അത് മാത്രം അറിഞ്ഞാൽ മതി. അല്ലാതെ എപ്പോഴും വന്ന് തുടങ്ങിയോ എന്ന് ചോദിക്കേണ്ട ആവശ്യമൊന്നുമില്ല. തുടങ്ങിയോണ്ടാണ് നിങ്ങൾ എന്നെ കണ്ടുകൊണ്ടിരിക്കുന്നത്, അത്രയും മനസ്സിലാക്കുക. ഓക്കെ, ഇങ്ങനെ 3 ഇതിൽ ചെറുപ്പട ചുറ്റി കഴിയുമ്പോഴത്തേക്കും മിച്ചമുള്ളതിനെ ഇങ്ങനെ എത്തുന്നില്ലല്ലോ, ഒരു എസ് പോലെ ചുറ്റി ഇങ്ങനെ വെക്കാം. കണ്ടല്ലോ, എസ് കേട്ടുന്നുണ്ടല്ലോ. കണ്ടല്ലോ, എസ് ആണ് കണ്ടല്ലോ. അതുപോലെ ചുറ്റി ഒന്ന് വെക്കാം. എന്നിട്ട് സെക്കൻഡ് പൈപ്പ് ക്ലീനർ എടുക്കുക. അതിൻ്റെ കണ്ടിന്യൂവേഷൻ എന്ന പോലെ വീണ്ടും ഒരു എസ് ഇടുക. ഓക്കെ, നമുക്ക് വേണമെങ്കിൽ 2 ദിവസം കാണാതെ ആകുമ്പോൾ ഒന്ന് ചോദിക്കാം, വീഡിയോ ഒന്നും കണ്ടില്ലല്ലോ, എവിടാണ്, എന്താണ്, എന്ത് പറ്റി, അങ്ങനെയൊക്കെ ചോദിക്കണം. അപ്പം പറയും സോറിടാ, എനിക്ക് പറ്റാഞ്ഞിട്ടാ, പനിയായിരുന്നു, വയ്യായിരുന്നു, അങ്ങനെയൊക്കെ ചോദിക്കൂ. പ്രോത്സാഹിപ്പിക്കുമെന്നേ. അല്ലാതെ നീ തുടങ്ങിയോ, നീ എന്തിനാ തുടങ്ങിയേ, ഒരുമാതിരി ബീട്ടൊക്കെ തുടങ്ങി. ഇപ്പം പിന്നെ എല്ലാവരും കണ്ടന്റ് ക്രിയേഷനാണ്. ഐ ക്യാൻ അണ്ടർസ്റ്റാൻഡ് ദ ഫീലിംഗ്. ബട്ട് ഇവൻ ദോ സഹിക്കുക, അത്ര തന്നെ. എന്താ ഭയങ്കര കഷ്ടപ്പെടാം. എന്നെക്കൊണ്ട് മാത്രമേ പറ്റുള്ളൂ ഞാൻ പറയുന്നത്. ഭയങ്കര ഈസി കേട്ടോ, ആർക്കും വേണ്ടി പറ്റും. എന്നെക്കൊണ്ട് പറ്റില്ലേ, പിന്നെയാണോ നിങ്ങൾക്ക്? അതെല്ലാം ചുറ്റി തീർത്ത് കഴിയുമ്പോഴത്തേക്കും ഇങ്ങനൊരു സാധനം കിട്ടും. അതിനെ നമ്മൾ മുക്കി വലിച്ചു കുത്തി ഇങ്ങനെ ആക്കാതെ നോക്കോ. ക്യൂട്ട് ലിറ്റിൽ ടെഡി. ഇതിന് നല്ലൊരു സാറ്റിൻ ബോ വെച്ച് കൊടുത്താൽ അടിപൊളിയാകും. ബട്ട് എൻ്റെ കയ്യിൽ സാറ്റിൻ ബോ ഇല്ല. നാളെ ഞാൻ മേടിച്ചിട്ട് ചെയ്ത് മനസ്സിലാവേ. നാളെ അത് വന്നിട്ട് ചെയ്യാതിരിക്കണം. എനിക്ക് ചെയ്യാനുള്ള മൂഡില്ലെങ്കിലോ, അതോടെ ഇപ്പം തന്നെ ചെയ്ത് വെച്ചാൽ നാളെ അത് മേടിച്ച് വന്നു കഴിഞ്ഞാൽ എനിക്ക് ചിലപ്പോൾ ചെയ്യാൻ മൂടുണ്ടാവില്ല. ഇപ്പം ഇരിക്കുമ്പോഴായിരിക്കും. സോ എൻ്റെ കയ്യിൽ കുറച്ച് എംബ്രോയ്ഡറിയുടെ നൂലുണ്ട്. അയ്യോ ദൈവമേ, ഇതിൻ്റെ അറ്റ എങ്ങനെ കണ്ടുപിടിക്കാം. ഇപ്പോൾ കട്ട് ചെയ്ത് വെച്ച് തന്നെ കണ്ടില്ല. ഏതോ ഒരറ്റം കിട്ടിയിട്ടുണ്ട്, കുരുക്കും സാരമില്ല. എംബ്രോയ്ഡറി നൂലിട്ടിട്ട് അവൻ്റെ കഴുത്തേലൊരു കെട്ട്, അത്രയും മതി, വേറൊന്നും വേണ്ട. അവനൊരു സ്കാർഫ് ഇട്ട ഫീൽ, സ്കാർഫ് അറൗണ്ട് ഹിസ് നെക്ക്. ഓക്കെ, നമുക്ക് ഒരെണ്ണം അപ്പർ സൈഡ് ഇട്ട് കൊടുക്കാം. അങ്ങനെയല്ലേ സാധാരണ. ഓക്കെ ഓക്കെ, ബോ പോലെയൊന്നും വന്നില്ല, ജസ്റ്റ് സ്കാർഫ്. ഇനി ഇവന് വേണമെങ്കിൽ കണ്ണും മൂക്കൊക്കെ ചെയ്ത് കൊടുക്കാം. എൻ്റെ ബ്ലഷ് ഒന്നും ഇല്ല കേട്ടോ. ലിപ്സ്റ്റിക്ക് കൊണ്ട് പരീക്ഷിച്ചാലും ഞാൻ വിചാരിച്ചു. വേണ്ട, കൊള്ളൂല. കണ്ണ് മൂക്കില്ല. പിന്നെ ഇതിന് ചെയ്ത പോലെ വെള്ളക്കണ്ണ് ചെയ്യണമെങ്കിൽ ജസ്റ്റ് യൂസ് ദിസ് മെഴുകുതിരി. പക്ഷേ ഇതിനെനിക്ക് ചെയ്തിട്ട് ഇഷ്ടപ്പെട്ടില്ല, ഭൂതത്തിനെ പോലെ എത്തി. അതുകൊണ്ട് ഇവനിങ്ങനെ തന്നെ വെച്ചിട്ടാണ്. കൊള്ളാവോ? ഇതിൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ട് കാര്യങ്ങൾ അറിയണമെങ്കിൽ ജസ്റ്റ് കമൻറ്റ്. ബൈ.